എമ്പുരാൻ മലയാള സിനിമയുടെ ചരിത്രം ടിക്കറ്റ് ബുക്കിങ്ങിൽ തന്നെ തിരുത്തി കുറിച്ചിരിക്കുന്നു. അപ്പൊ പിന്നെ റിലീസ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും ചരിത്രമാകാൻ പോകുന്നത്, അല്ലേ പൗർണമി? തീർച്ചയായും അങ്ങനെ ചരിത്രമായാൽ അത് ശരിക്കും വലിയൊരു ചരിത്രം തന്നെ. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇത്രയും കാലം സൗത്ത് ഇന്ത്യൻ സിനിമകൾ ഭയങ്കര ഈ ബൂമിങ്ങിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത്. മലയാള സിനിമകളും എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ നമ്മളൊരു കുഞ്ഞ് ഇൻഡസ്ട്രിയാണ്, നമുക്ക് വലിയ ബ്രഹ്മാണ്ഡ പടങ്ങൾ എടുക്കാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ അത് വിജയിക്കില്ല എന്നൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ ഒരു റിലീസിന് മുമ്പ് ഇനി ഒറ്റ പണം മാത്രമേ ഉള്ളൂ ബുക്കിങ്ങിന്റെ കാര്യത്തിൽ. എമ്പുരാന്റെ മുമ്പില് പുഷ്പ 2 അതിനെ പിന്തള്ളിയോ? എനിക്ക് എന്റെ അപ്ഡേഷന്റെ പ്രശ്നമായിരിക്കും. പുഷ്പ ഫസ്റ്റിനെ പിന്തള്ളി. പുഷ്പ 2 1 lakh ആണ്. പുഷ്പ ഈ പറയുന്ന എമ്പുരാൻ തൊട്ടു പുറകിൽ കഴിഞ്ഞ രാവിലത്തെ കണക്ക് പ്രകാരം 96,000 ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. ബാക്കി എല്ലാത്തിനും പിന്തള്ളി. ഈ പറഞ്ഞ ലിയോ, ഈ പറഞ്ഞ പോലെ ജവാൻ, അങ്ങനെ നമുക്ക് എപ്പോഴും ടിക്കറ്റ് വിറ്റ് പോവുക ഈ പറഞ്ഞ പോലെ ബോളിവുഡ് പടങ്ങളോ അല്ലെങ്കിൽ ടോളിവുഡോ തെലുങ്കോ ഒക്കെ നമ്മൾ മലയാളികൾ ഇഷ്ടം പോലെ അങ്ങ് ബുക്ക് ചെയ്യും. പക്ഷെ ആദ്യമായിട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം എവർ ഇൻ മലയാളം ഇൻഡസ്ട്രി ഒരു ടിക്കറ്റ് വിൽപ്പനയിൽ സർവകാല റെക്കോർഡും ഭേദിച്ചുകൊണ്ട് ഇവൻ ബുക്ക് മൈ ഷോ ക്രാക്ക് ഈ പറഞ്ഞ പോലെ വളരെ ക്രൈസിസ് വരെ സ്റ്റക്ക് ആയി പോയി. മിക്കപ്പോഴും ഞാൻ ടിക്കറ്റ് എടുത്തു കേട്ടോ, എനിക്ക് ടിക്കറ്റ് കിട്ടി. അപ്പോ ഞാനൊക്കെ ബുക്ക് ചെയ്യാൻ രാവിലെ 10 മണി തൊട്ടിരിക്കുമ്പോ ഈ പറയപ്പെടുന്ന സാധനം ഒന്നും വരുന്നില്ല, ഒന്നുമില്ല. ഈ പറയുന്ന പോലെ ഈ സിനിമ ഷോസിന്റെ ഒന്നും പേരില്ല. അത് കൊച്ചിയിൽ നോക്കുന്നു, ആലപ്പുഴ നോക്കുന്നു, ചേർത്തല നോക്കുന്നു, കോട്ടയം നോക്കുന്നു, ഓരോരുത്തരും ടിക്കറ്റ് ഇല്ല. എനിക്കൊന്ന് ആൾക്കാർ അവിടെ ഡയറക്റ്റ് ചെന്ന് നിൽക്കുന്നവരുടെ ടിക്കറ്റ് ഉണ്ടല്ലോ. ഒരുപാട് വീഡിയോസ് ഉണ്ടല്ലോ, തിയേറ്ററിലേക്ക് ഗേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓടി കയറുകയാണ്. അതായത് ആ ഒരു വെയിറ്റിംഗ്, അല്ലെങ്കിൽ കുറെ നാളുകളായിട്ട് ഈ ഒരു പേര്, ഈ ഒരു ബ്രാൻഡ് നെയിമില് വെയിറ്റ് ചെയ്തിരുന്ന ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിഴലിച്ചു നിന്നിരുന്നു. അതിനെല്ലാം പരിഹാരമായി. അപ്പോൾ തീർച്ചയായും ഇത് എക്സ്പെക്റ്റഡ് ആണ്. പക്ഷെ എങ്കിൽ പോലും ഇത്രയും വിചാരിച്ചിരുന്നില്ല. പക്ഷെ ഇത് ആ ബുക്ക് മൈ ഷോ ടിക്കറ്റ് ഇല്ലല്ലോ, കിട്ടാൻ ടിക്കറ്റ് അത് തന്നെയാണല്ലോ അതിന്റെ സക്സസും. പൗർണമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അന്ന് നമ്മൾ ഓർക്കുമ്പോ ഫസ്റ്റ് ഷോ അല്ലേ വണ്ടാരം, ലാലേട്ടന്റെ ഫാൻസ് പോയി കാണട്ടെ എന്ന് വിചാരിക്കും. ഉച്ചക്കത്തെ ഷോ നോക്കുമ്പോ അതുമില്ല, ആ ഒരു അടുപ്പിച്ചൊരു 2-3-4 ദിവസത്തേക്കുള്ള ഷോയും ഫിനിഷ് ആയിട്ടിരിക്കുവാണ്. ഈ പറയുന്ന ടിക്കറ്റ് കിട്ടാനില്ല. എല്ലാം ഓൾ കേരള ഈ പറയുന്ന പോലെ ലാലേട്ടൻ ഫാൻസായി മാറിയിരിക്കുകയാണ്, പൃഥ്വിരാജ് ഫാൻസായി മാറിയിരിക്കുകയാണ്. വമ്പൻ ബുക്കിംഗ്. അതായത് നേരത്തെ തന്നെ ഇന്റർനാഷണൽ ടിക്കറ്റ്സ് കുറച്ച് നാൾ മുമ്പ് തന്നെ അത് വിറ്റുപോയി. കുറച്ച് ഇവിടെ ഇന്ത്യൻ റിലീസ് ആകുന്നതിന് മുമ്പ് തന്നെ അവിടെ ടിക്കറ്റുകൾ വിറ്റുപോയിരുന്നു, ഇന്റർനാഷണൽ ബുക്കിംഗ്. പക്ഷെ ഇന്ത്യയിൽ ഒരു പടത്തിന് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കാം ഈ കേരളക്കരയിൽ ഇങ്ങനെ സ്തംഭനം കൊണ്ട് വിറ്റഴിഞ്ഞു പോകുന്നതല്ലേ. പക്ഷെ ഇതിനിടയ്ക്ക് വളരെ മോശപ്പെട്ട ഒരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊക്കെ പണ്ട് പൗർണമി ഞാനൊക്കെ കേട്ടിട്ടുണ്ട്, വളരെ പ്രമാദമായ പടങ്ങളൊക്കെ വരുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഷോസ് പോകുമ്പോൾ നമുക്കത് കാണാനുള്ള അമ്മയമ്മ ആഗ്രഹം കൊണ്ട് ചെല്ലുമ്പോൾ നമ്മുടെ കസിൻസ് ഒക്കെ ചോദിക്കും, ബ്ലാക്ക് ടിക്കറ്റ് ഉണ്ട്, എടുക്കട്ടെ. ബ്ലാക്ക് ടിക്കറ്റ് ഉണ്ട്, 100 രൂപ ടിക്കറ്റ് 300 രൂപ, 100 ടിക്കറ്റ് 300 രൂപ, അല്ലെങ്കിൽ ഇരട്ടി പൈസ അല്ലെ, 100 രൂപയാണ് 200 രൂപ, അങ്ങനെ തോന്നുന്ന വിലയാണ്. നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും നമ്മൾ വല്ല മൂലയ്ക്കൊക്കെ പോരുന്നത് കാണണം. പക്ഷെ അതൊരു ലോക്കലായിട്ടുള്ള ആൾക്കാർ കാണിച്ചിരുന്ന പരിപാടിയാണ്. എന്നാൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്, ഞാനും ഇന്നലെ ലൈവായിട്ട് കണ്ടൊരു സാധനം കേട്ടോ. ബുക്ക് മൈ ഷോയിൽ നമ്മൾ PVR മൾട്ടിപ്ലക്സുകൾ, അതായത് ലുലു, ഫോറം മാള്, ഇവിടെയൊക്കെയാണ് നമുക്ക് PVR, അതുപോലെ IMAX, ഇവിടെയൊക്കെ നമ്മള് ടിക്കറ്റ് നോക്കുകയാണെങ്കിൽ ടിക്കറ്റിന്റെ റേറ്റ് എത്രയെന്ന് അറിയാമോ? 1200 രൂപ. 1200 രൂപ ഒരു ഷോയ്ക്ക്, ഷോയ്ക്കല്ല ഒരാൾക്ക് പെർ ഹെഡ്. നല്ല രീതിയിൽ മുതലാക്കുക നല്ല രീതിയിൽ പറഞ്ഞു. ഇതൊക്കെ എന്ത് തോന്നിയോ പറഞ്ഞു. സത്യത്തിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. സത്യത്തിൽ ഇത്രയും ആൾക്കാർ ഇത് ടിക്കറ്റ് അറ്റ് എ ടൈം ബുക്ക് ചെയ്യുമ്പോൾ അത് കുറച്ചു കൊടുക്കേണ്ടതിന് പകരം വേണ്ട, കുറച്ചിലേലും വേണ്ട, തിയേറ്റർ ഫുൾ ആവും. അവർക്ക് വേറെ നഷ്ടമൊന്നും വരാനില്ല അല്ലേ. എത്രയാണ് ആ എമൗണ്ട്, അത് കംപ്ലീറ്റ് ഈവൻ ഏറ്റവും ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് സീറ്റ് വരെ കംപ്ലീറ്റ് പോകുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്ന മൂവി കാണുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അങ്ങനെ പോലും ഒരു ടിക്കറ്റ് വേസ്റ്റ് ആയി പോവാതെ പോകുമ്പോൾ 1200 രൂപ അല്ലെങ്കിൽ 900 രൂപ എന്നൊക്കെ പറയുന്നത് നിസ്സാര ഒരു എമൗണ്ട് അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് മൊത്തം കാണാനുള്ള പൈസ അതിനകത്തുണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു ചിത്രമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി കുറച്ച് നാളുകളിലേക്ക് എന്താണെങ്കിലും ഈ ഒരു സിനിമയുടെ ബ്രഹ്മാണ്ഡ കളികളായിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്യാവശ്യം എല്ലാ ഷോസും തന്നെ ഫില്ല് ചെയ്ത് പോകാനാണ് സാധ്യതകൾ ഏറെ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പിഴയേണ്ട കാര്യമുണ്ട്. അതും പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത്, ഈ സമീപകാലത്താണ് ഈ ഒരു PVR അല്ലെങ്കിൽ മാളുകളിലെ തിയേറ്ററുകളിൽ കൂടുതലായിട്ടുള്ള നിരക്ക് ഈടാക്കുന്നു എന്നുള്ള ഒരു വാർത്തയൊക്കെ വന്നതിന് ശേഷം ഈ ഒരു ടിക്കറ്റ് റേറ്റ് ബാലൻസ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാവരെയും കമ്പയർ ചെയ്തിട്ട് ന്യായമായ ഒരു തുക വേണം എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ്, നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം, അതും
ഓക്കെ, ഈ ഒരു ചിത്രത്തിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഈ പറയുന്ന നടന്മാരിൽ അല്ലെങ്കിൽ അതിനകത്ത് വർക്ക് ചെയ്യുന്നവരിൽ എല്ലാവരും വലിയ പ്രതീക്ഷയുണ്ട്, ഈ ഒരു ബ്രാൻഡിൽ പ്രതീക്ഷയുണ്ട്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴും സാധാരണക്കാരായ ജനങ്ങൾ അവർക്ക് ആ ഒരു സ്നേഹം കൊണ്ട്, ആ ഒരു വെയിറ്റിംഗ് കൊണ്ട്, നമുക്കറിയാം നമ്മളൊക്കെ ആ ഒരു ലാലേട്ടൻ ഫാൻസ് അല്ലെങ്കിൽ ഈ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ബ്രാൻഡ് അതൊരു വാക്ക് തന്നു കഴിഞ്ഞാൽ അതിൽ ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ ആളുകൾക്ക്. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് തീർച്ചയായിട്ടും എന്തെങ്കിലും ഇതിനകത്തുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മലയാള സിനിമയിൽ ഇറങ്ങുന്നത് ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കണക്കൊക്കെ വിട്ടിരുന്നു, ഇത്രയും സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വിരലിൽ എണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രമേ വിജയിക്കുന്നുള്ളൂ എന്നുള്ളൊരു കാര്യമൊക്കെ വരുമ്പോൾ ഇത്രയും ഹൈപ്പോട് കൂടി ഇത്രയും പ്രതീക്ഷ നൽകിക്കൊണ്ട് ഒരു ചിത്രം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഫാൻസ് അടക്കം ഇത്രയും നാളും ലാലേട്ടന്റെ കുറച്ച് സിനിമാസ് ഒക്കെ ഇറങ്ങിയത് ഫ്ലോപ്പ് ആയി പോയി. അപ്പോൾ ഇതിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഫസ്റ്റ് ഡേ കാണണം, അല്ലെങ്കിൽ സെക്കൻഡ് ഡേ കാണണം, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഷോയിൽ എപ്പോഴാണോ ടിക്കറ്റിൽ കിട്ടുന്നത് ആ ഷോയിൽ കാണണം. അവിടെ ചിലപ്പം ഒരാൾ തന്റെ 1-2 ദിവസത്തെ ശമ്പളം മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ, അത് നമുക്ക് എങ്ങനെ അത് ഇപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറയാനില്ല. പക്ഷെ നോർമലി ഉള്ളൊരു റേറ്റ് വാങ്ങാനുള്ള മിനിമം മര്യാദ ഈ തിയേറ്റർ ഉടമകൾ കാണിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്, അല്ലേ ശാരിക? അതെ, കാരണം വേറൊന്നുമല്ല, ഇപ്പോ ഈ ഫോറം മാളിൽ 9 മൾട്ടിപ്ലക്സുകളുണ്ട്. അതില് ഈ പറഞ്ഞ പോലെ PVR ഷോസ് കാണുമ്പോൾ നമുക്ക് അവിടെ ഞാനൊക്കെ ആദ്യമായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് പൗർണമി 200 rupees നമുക്ക് അടിപൊളിയായിട്ട് അവിടെ വരുന്ന പടം. അതെ, അതും വീക്കെൻഡ്സിൽ റേറ്റ് മാറും, അല്ലെങ്കിൽ പകൽ ഷോസിലും മോർണിംഗിലും നൈറ്റിലും ഒക്കെ ഡിഫറൻസ് വരാറുണ്ട്. നോർമൽ ആയിട്ടുള്ള റേറ്റ് ആവുള്ളൂ. നമ്മൾ ഓർക്കും PVR ആയതുകൊണ്ട് ഭയങ്കര കത്തിയായിരിക്കും. അല്ല, 170 തൊട്ട് എലൈറ്റ് ക്ലാസ് തൊട്ടുണ്ട് അവിടെ. 170 തൊട്ട് ഇൻക്ലൂഡിംഗ് ടാക്സ് ഉൾപ്പെടെ നമ്മുടെ 200 രൂപ, മാക്സിമം 230 രൂപ. അത് സ്വാഭാവികമാണ്, കാരണം അതുപോലുള്ള മൾട്ടിപ്ലക്സിൽ പോയിരുന്ന ഒരു മാളിൽ പോയിരുന്ന ഒരു പടം കാണുമ്പോൾ അതിൻ്റെതായ ചിലവുകളും കാര്യങ്ങളും ഉണ്ട്, ടാക്സ് ഉണ്ട്. പക്ഷെ നല്ല തിയേറ്ററാണ്, കാര്യങ്ങളാണ്. ഞാൻ പലവട്ടം 3-4 പടങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഫോറം മാളിലും ലുലുവിലും ഒക്കെ പോയിരുന്ന് കണ്ടിട്ടുണ്ട് റിവ്യൂവിന് വേണ്ടിയിട്ട്. അപ്പോഴും ഇല്ലാത്ത ഒരു ഞെട്ടലായിരുന്നു എനിക്ക് ഈ പ്രാവശ്യം. ഞാൻ എന്റെ പ്രതീക്ഷകൾ മുഴുവനും എമ്പുരാനെ ഞാൻ ചേർത്തലേ കാണണമെന്നല്ല ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ ഉറപ്പായിട്ട് നമുക്കൊരു റിവ്യൂ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഫോറം മാളിൽ പോകണം എന്ന് വിചാരിച്ചിരുന്നു. ഫോറം മാൾ നമുക്ക് സമാധാനമായിട്ട് വണ്ടി പാർക്ക്, ഒരു സമാധാനപരമായ മാളാണ് ഈ ഫോറം മാളുടെ. ഫോറം മാളിന്റെ പരസ്യമൊന്നുമല്ല. അപ്പൊ ഞാനിവിടെ 9 മൾട്ടിപ്ലക്സ് ഉണ്ടല്ലോ, അപ്പൊ സോ ഏതെങ്കിലും സ്ക്രീനിൽ കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഞാനൊരു 10 മണി വരെ നോക്കുമ്പോഴൊന്നും ഫോറം മാൾ അതിനകത്ത് പ്രത്യക്ഷപ്പെടുന്നേ ഇല്ല. അതായത് ബുക്ക് മൈ ഷോയിൽ ഫോറം മാൾ വരുന്നില്ല, ഇപ്പൊ ലുലു മാളില്ല, സിനിപോളിസില്ല, ഒന്നുമില്ല. അവിടുത്തെ ലോക്കൽ തിയേറ്റേഴ്സ്, അതായത് ഷേണായിസ്, ഈ പറയപ്പെടുന്ന വനിതാ വിനീത, അങ്ങനെയുള്ള തിയേറ്ററുകൾ മാത്രമേ വരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു 12-1 മണിയായപ്പോൾ പിന്നെ നോക്കുമ്പോഴത്തേക്ക് എല്ലാം ബുക്ക്ഡായി. പിന്നുള്ളത് ഫാസ്റ്റ് ഫില്ലിംഗ് സീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരുന്നു. അപ്പൊ ഞാൻ ചുമ്മാ എന്തായാലും നോക്കാം എന്ന് വെച്ച് നോക്കുമ്പോൾ അറിയാതെ എന്നെ കണ്ണുടക്കി 4 അക്ഷരമുള്ള നമ്പർ, തുകയ്ക്ക് 4 അക്ഷരം, 4 അക്കങ്ങൾ കിടക്കുന്നു. ഞാൻ എനിക്ക് തോന്നലാണോ, ഞാൻ കണ്ണൊന്ന് 200 രൂപയോ. പിന്നെ നോക്കുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ 200ന്റെ ഫ്രണ്ടിൽ ഒരു 1 കൂടെ കിടപ്പുണ്ട്, 1200 രൂപ. അതായത് നോർമൽ കേസിൽ ഈ PVR ഒരു 350 രൂപയാണ് ഏറ്റവും ടോപ്പ് വരുന്നത്. അല്ലെങ്കിൽ ലക്ഷറീസ് ആകുമ്പോൾ റിക്ലൈനറോ ഒക്കെ ഉള്ളതെങ്കിൽ ഇപ്പൊ ലക്ഷറീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ലക്ഷറി സ്ക്രീൻ. അതിന് 550 രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടാക്സ് ഉൾപ്പെടെ നമുക്ക് ഒരു 10-700 രൂപ ചിലവ് നമ്മുടെ നമുക്ക് അതിനകത്ത് കിടന്നൊക്കെ ഇരുന്ന് കാണാം. അതല്ലാതെ നോർമൽ തിയേറ്ററിൽ നമ്മൾ കാണുമ്പോൾ, ഈ PVRന്റെ തന്നെ നോർമൽ തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് ഒരു 250 രൂപ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു കുപ്പി വെള്ളം, നേരത്തെ കുപ്പി അവിടെ നിന്ന് സാധനങ്ങളൊന്നും വാങ്ങിക്കരുത്, സാധനങ്ങൾ വാങ്ങിച്ചാൽ നമ്മുടെ പോക്കറ്റ് കീറത്തേ ഉള്ളൂ. അതല്ലാതെ ഈ പറയുന്ന സാധാരണക്കാർക്ക് ഒരു കുപ്പി വെള്ളം അവർ അനുവദിക്കും, വെള്ളം കൊണ്ടുപോകാം, നമുക്ക് പുറത്തുനിന്ന് വെള്ളം കൊണ്ടുപോകാം. അതോടെ ഇപ്പൊ അലൗഡ് ആണ്, നേരത്തെ അലൗഡ് അല്ലായിരുന്നു, ഇപ്പൊ അലൗഡ് ആണ്. സോ അതുമായിട്ട് പോയി നമുക്ക് സുഖമായിട്ട് നല്ല AC-യിൽ നല്ല തണുത്ത് മരവിച്ചിരുന്ന് കാണാം. അത്ര AC ഒക്കെ ഇട്ട് തണുത്ത് മരവിച്ച് കളയും നമ്മളെ. നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷെ ഇത് കണ്ടപ്പോൾ എമ്പുരാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ആൾക്കാർ കാത്തിരുന്ന പടം. ഇവൻ 27 റിലീസ് ചെയ്യത്തില്ല, ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറുന്നു, ഗോകുലം ഗോപാൽ ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനിൽ ആൾക്കാർ ആകെ വിഷമത്തിലിരുന്നു. ഓക്കെ, പൃഥ്വിരാജ് സുകുമാരൻ വരുന്നു, ഇത് പക്കയായിട്ട് 27 തന്നെ എമ്പുരാൻ റിലീസ് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അത്യധികം ആഹ്ലാദത്തോടും കാത്തിരുന്ന ആ ഒരു പടം, ആ ഒരു കലാവിരുന്നിന് ഈ പറയുന്ന PVR-കൾ കാണിക്കുന്നതിന് പറയേണ്ട പേര് വേറെ അല്ലേ. കാരണം ഈ 500 ഏറ്റവും ടോപ്പിലത് വിട്ടേക്കുക. നോർമൽ ടിക്കറ്റിന് പോലും അതിന്റെ വില എന്ന് പറയുന്നത് 900 രൂപയാണ് പൗർണമി. അത് എന്തിനാണ് അവർ അങ്ങനെ ചെയ്യുന്നത്? ജനങ്ങൾ എന്തായാലും ടിക്കറ്റിന്റെ ആ സീറ്റിംഗ് അനുസരിച്ച് മാത്രമേ അതിനകത്ത് ആൾക്കാരെ കയറ്റി വിടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവർ ചെയ്യത്തുള്ളൂ. അല്ലാതെ അതുകൊണ്ട് തിരക്കിന്റെ ബാഹുല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ അതൊരു പൊട്ട കളത്തരമായി മാറും. അപ്പോൾ അതെന്തൊരു തോന്നിവാസമാണ്. അപ്പൊ ഇവരും കരിഞ്ചന്തക്കാരും തമ്മിൽ എന്താണ് വ്യത്യസ്തം? വലിയ ബ്രാൻഡായിട്ട് PVR അല്ലെങ്കിൽ ഈ IMAX എന്ന് പറഞ്ഞ വലിയ ബ്രാൻഡുകളാണ്, കോടീശ്വരന്മാരാണ്, എന്തോരം ഷോസ് നടത്തി എന്തോരം കാശുണ്ടാക്കുന്നവരാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വൃത്തികെട്ട പരിപാടി? ലോക്കൽ തിയേറ്റേഴ്സ് പോലും, ലോക്കൽ തിയേറ്റേഴ്സിന് നമ്മൾ ഇത് നമിക്കുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള ഈ ആലപ്പുഴയിലുള്ളായാലും ചേർത്തലുള്ളായാലും ഒരാൾ പോലും ഒരു രൂപ പോലും കൂട്ടിയിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ ടിക്കറ്റ് എടുത്തിരിക്കുന്നതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇവൻ EVM ഗ്രാൻഡിൽ, അതായത് ചേർത്തുള്ള EVM ഗ്രാൻഡ് തിയേറ്ററിലാണ് ഞാൻ ഷോസ് എടുത്തിരിക്കുന്നത്. നല്ല സൂപ്പർ തിയേറ്റർ ആട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ പ്രൈസിന് ആ തിയേറ്റർ 3D ഡോൾബി ആണ്, 4K ആണ്, അടിപൊളി തിയേറ്റർ ആണ്. പാർക്കിംഗ് അത്യാവശ്യമുണ്ട്, ഫുഡ് നല്ല അടിപൊളി ഫുഡും ഉണ്ട് അവിടെ. അത് കൂടാതെ അവിടെ തിയേറ്ററിൽ പ്രൈസ് കേൾക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്ന. സീറ്റ് 120 രൂപയുള്ളൂ ഈ പറയപ്പെടുന്ന ലക്ഷറി. അത് നല്ല, അത് ചുമ്മാ 120 രൂപയ്ക്ക് നമ്മൾ മറ്റേ ഡെസ്കിന്റെ പുറത്തല്ല പോയിരിക്കുന്നത്. നല്ല അടിപൊളി കുഷ്യൻ സീറ്റാണ്. ഇവൻ കയ്യിൽ ഹാൻഡിൽ വരെ കുഷ്യനാണ് വെച്ചിരിക്കുന്നത്. നല്ല സൂപ്പർ സാധനം.
അതിൽ ഏറ്റവും കുറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെയുള്ളതും അത് തന്നെയാണ്, കുറച്ച് ക്വാളിറ്റി കുറവുണ്ട്. പക്ഷെ അതിൽ 150 രൂപ. ആ 120 രൂപയുടെ ടിക്കറ്റാണ് ഞാൻ അവിടെ എടുത്ത് 27 എമ്പുരാൻ കാണാൻ പോകുന്നത്, റിവ്യൂവിന് പോകുന്നത്. സോ അപ്പോ ലോക്കൽ തിയേറ്റേഴ്സുകാരെ എങ്കിൽ നഷ്ടത്തിലോടുന്നെന്ന് പറഞ്ഞ് കരയുന്ന അവരാണ്. അവരൊരിക്കലും ഇത്രയും വേണമെങ്കിൽ ബാഹുല്യത്തിൽ അവർക്ക് ടിക്കറ്റിന്റെ റേറ്റ് കൂട്ടാമായിരുന്നു. ആലപ്പുഴ എത്രയോ തിയേറ്ററുകളുണ്ട്, 10 രൂപ കൂട്ടിയാലും അവർക്ക് എന്തായിരുന്നോ നേരത്തെ അവർ മേടിച്ചോണ്ടിരുന്നത് അത് തന്നെയാണ് അവർ ഇപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഈ കാണിക്കുന്ന അനീതിക്ക് സത്യം പറഞ്ഞാൽ ആരാണ് നടപടി എടുക്കുക? ഒന്നെങ്കിൽ ഇത് ഈ പറഞ്ഞ തിയേറ്റർ ഈ കിട്ടുന്ന ലാഭമൊക്കെ ഇവർ എങ്ങോട്ട് കൊണ്ടുപോയി തിന്നുന്നല്ലേ? ഒന്നും ഇല്ലാന്ന് പറയുകയും ചെയ്യും, പക്ഷെ കിട്ടുന്നിടത്തൊന്നും നല്ല രീതിയിൽ ഊറ്റിയെടുക്കുകയാണ് ശരിക്കും ചെയ്ത്. ഒന്നെങ്കിൽ ഈ പറയുന്ന ഇവരെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ കടിഞ്ഞാണിടാൻ നമ്മുടെ നിയമ സംവിധാനത്തിന് സാധിക്കണം, അല്ലെങ്കിൽ സർക്കാരുകൾക്ക് സാധിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജനങ്ങൾ തന്നെ മനസ്സിലാക്കണം. എന്തായാലും ആ ഒരു വശം പറയാതിരിക്കുന്ന ഭേദം. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് എങ്ങനെയും കാണണം. കാശുള്ളവനും കാശില്ലാത്തവനും കടമേടിച്ചിട്ടാണെങ്കിലും പോയി കാണുന്ന ഒരു സാഹചര്യം ഉള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് സിനിമ എന്തായാലും വലിയ വിജയം ആവുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളെല്ലാവരും. അത് അങ്ങനെ തന്നെ ആവട്ടെ. പക്ഷെ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ ഇതിനിടയിലൂടെ നടക്കുമ്പോൾ ഇതിന് തടയിടാൻ കൂടി ഒരു സംവിധാനം വേണമെന്നുള്ളൊരു ആഗ്രഹം നമ്മളിവിടെ തുറന്നു കാട്ടുകയാണ്.